രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് സ്റ്റാക്ക്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സും ഒക്കെ പറഞ്ഞിരുന്നു. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊന്നാണ് സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്നും സ്റ്റാക്കിലെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും നമുക്കിന്ന് പഠിക്കണം. ആദ്യം തന്നെ സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു ചിത്രം, ഇഡലി തട്ട്, ഇഡലി കുക്കറിൻ്റെ ഉള്ളിൽ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന തട്ട്. ഈ ഒരു ഇഡലി തട്ട് നമ്മൾ ഒന്നിന് പുറകെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് വെക്കുന്നത്. അതുപോലെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇഡലി തട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ ആ സ്റ്റിക്കിൽ നമ്മൾ ആദ്യം ഒരു തട്ട് വെക്കും, അല്ലെ? ആ സ്റ്റാൻഡിൽ ആദ്യം ഒരു തട്ട് കൊണ്ടുപോയി വെക്കും. അതിൻ്റെ പുറത്ത് അടുത്ത തട്ട് വെക്കും, അതിൻ്റെ പുറത്ത് അടുത്തത്. ഇങ്ങനെ എത്ര തട്ടുകളുണ്ടോ അത് ഇത്രയും വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇഡലി ഉണ്ടാക്കുന്ന കുക്കറിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇഡലി ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്താൽ ആദ്യം വെച്ച തട്ടാണോ നമ്മൾ ആദ്യം പുറത്തെടുക്കുന്നത്? അല്ല, ഏറ്റവും മുകളിലുള്ള തട്ട്. ഏറ്റവും മുകളിലുള്ള തട്ട് നമ്മൾ എപ്പോഴാണ് വെച്ചത്? അവസാനം വെച്ചതാണ്. അതായത് അവസാനം വെച്ച തട്ടാണ് നമ്മൾ ആദ്യം പുറത്തെടുക്കുന്നത്. ഇതാണ് സ്റ്റാക്കിൻ്റെ പ്രിൻസിപ്പിൾ. സ്റ്റാക്ക് ലിഫോ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് അവസാനം ഇന്നായത് ഏതാണോ അത് ആദ്യം പുറത്തെടുക്കും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ പ്രിൻസിപ്പിൾ പ്രകാരം വർക്ക് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക്. ഫോളോസ് ലിഫോ പ്രിൻസിപ്പിൾ. ഇനി ഈ സ്റ്റാക്കിന് ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് മുകളിൽ നിന്നല്ലേ തട്ടുകൾ വെക്കാൻ കഴിയൂ? കാരണം താഴെ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലേക്ക് തട്ടുകൾ വെക്കാൻ കഴിയൂ. അപ്പോൾ ഇതിന് ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബക്കറ്റ് പോലെ ഒന്ന് ചിന്തിക്കുക. ഒരു ബക്കറ്റിൽ നമ്മൾ കുറച്ച് പ്ലേറ്റ്സ് ഇറക്കി വെക്കുകയെന്ന് വെച്ചു. അപ്പോൾ ഈ ബക്കറ്റിനുള്ളിലേക്ക് പ്ലേറ്റ് വെക്കുന്നു. ആദ്യത്തെ പ്ലേറ്റ് ആദ്യം വെക്കുന്നു, രണ്ടാമത്തെ പ്ലേറ്റ് രണ്ടാമത്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് അവസാനം വെച്ച പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ബക്കറ്റിൻ്റെ മുകളിൽ കൂടി മാത്രമേ നമുക്ക് പ്ലേറ്റ് അതിനുള്ളിൽ വെക്കാൻ പറ്റൂ. അതായത് ഒരു എൻഡ് മാത്രമേ ഉള്ളൂ ബക്കറ്റിന്. ഇവിടെ സ്റ്റാക്കിനും ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ഒരു നമ്മൾ അരയ്ക്കൊക്കെ വരയ്ക്കുന്ന പോലെ ഒരു മെമ്മറി ഇവിടെയും വരച്ചിട്ടുണ്ട്. അതിൽ ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ആ എൻഡ്. ടോപ്പ് എന്നാണ് അതിന് പറയുക. സ്റ്റാക്കിൻ്റെ ടോപ്പ്. സ്റ്റാക്കിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്നതിനെ TOS ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇനി സ്റ്റാക്കിൽ 2 ഓപ്പറേഷൻസാണ് നമ്മൾ പഠിക്കേണ്ടുന്നത്. ഒന്ന് പുഷ് ഓപ്പറേഷനും അടുത്തത് പോപ്പ് ഓപ്പറേഷനും. അതായത് ഓപ്പറേഷൻസ് നമുക്ക് പിന്നീട് പറയാം. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കൂ. ഈ സ്റ്റാക്കിൻ്റെ സൈസ് 10 ആണ്. നമ്മൾ അരേ ഉപയോഗിച്ച് തന്നെയാണ് ഈ സ്റ്റാക്കും പഠിക്കുന്നത്. അതായത് ഈ സ്റ്റാക്കിൻ്റെ പേര് സ്റ്റാക്ക് എന്നാണെങ്കിൽ സ്റ്റാക്ക് ഓഫ് 10 ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ്? 0 മുതൽ 9 വരെ ആയിരിക്കും ഇൻഡെക്സ്. ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്?
1 2 3 4 5 6 എലമെൻറ്റ്സ് 0 മുതൽ 5 വരെ 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന എലമെൻ്റ് ഏതാണ്? 56 ആണ് അല്ലേ? 5 എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റാക്ക് ഓഫ് 5ൽ ഇരിക്കുന്ന 56 ആണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു എൻഡേ ഉള്ളൂ സ്റ്റാക്കിന്, അതിൻ്റെ പേര് ടോപ്പ് എന്നാണ്. ടോപ്പ് ഓഫ് സ്റ്റാക്കിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ടോസ് എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിലുള്ളത്, പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ. ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്? ലിഫോ പ്രിൻസിപ്പിൾ. സ്റ്റാക്കിലെ ആദ്യത്തെ ഓപ്പറേഷൻ പുഷ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് ഒരു പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പുഷ് ഓപ്പറേഷൻ. ഇൻസേർട്ടിങ് എ ന്യൂ എലമെൻറ്റ് അറ്റ് ദി ടോപ്പ് ഓഫ് സ്റ്റാക്ക്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സ്റ്റാക്കിൻ്റെ ടോപ്പിലൂടെ മാത്രമേ, ടോപ്പ് ഒരു എൻഡേ ഉള്ളൂ, ടോപ്പിലൂടെ മാത്രമേ എലമെൻറ്റ് ചേർക്കാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് എൻഡിലൂടെ, സ്റ്റാക്കിൻ്റെ ടോപ്പ് എൻഡിലൂടെ ഒരു പുതിയ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പുഷ് ഓപ്പറേഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ പുഷ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം കാണുന്ന സ്റ്റാക്ക് ഒരു എംപ്റ്റി സ്റ്റാക്കാണ്. അപ്പോൾ ഇവിടെ 10 സൈസുള്ള 10 മെമ്മറി ലൊക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാക്ക്. തീർച്ചയായിട്ടും അത് അരയായിരിക്കണം അല്ലേ? സ്റ്റാക്ക് ഓഫ് 10 എന്ന് പറയുന്ന ഒരു അരേ യൂസ് ചെയ്തിട്ടായിരിക്കണം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 മെമ്മറി ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ടോസ് എന്ന് പറയുന്ന വേരിയബിൾ, അതായത് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എവിടെയാണ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്കിൻ്റെ വാല്യൂ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി മെമ്മറിയിൽ ടോസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതുപോലെ പുതിയ ഐറ്റം കൊണ്ടുവരണ്ടേ, പുതിയ ഐറ്റം ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ന്യൂ ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്. പിന്നെ സ്റ്റാക്ക് എന്ന് പറയുന്ന അരയും ഉണ്ട്. ആദ്യം ഇത് എംപ്റ്റി സ്റ്റാക്കാണ്, ഇതിൽ എലമെൻ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടോസിൻ്റെ വാല്യൂ -1 ആയിരിക്കും. അതായത് ആദ്യത്തെ പൊസിഷൻ്റെ വാല്യൂ 0 ആണ്, ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ എലമെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഒരു ബക്കറ്റിൽ ഒരു പ്ലേറ്റ് മാത്രം വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഇഡലിത്തട്ടിൽ ആ സ്റ്റാൻഡിലേക്ക് ഒരു തട്ട് മാത്രം ഇറക്കുവാണെങ്കിൽ അതിൻ്റെ ടോപ്പിലിരിക്കുന്നത് ഏതാണ്? ആ ഇഡലിത്തട്ടാണ്, അതിൻ്റെ പൊസിഷൻ 0 ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സ്റ്റാൻഡ് മാത്രമായിട്ടിരിക്കുകയാണെങ്കിൽ ടോസ് പോയിൻ്റ് ചെയ്യേണ്ടത് -1ലേക്കാണ്, 0യ്ക്കും താഴെ, അതായത് -1ലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എംപ്റ്റി സ്റ്റാക്കിൽ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി ആദ്യത്തെ എലമെൻറ്റ് 25 എന്ന് പറയുന്ന ഒരു വാല്യൂ ന്യൂ ഐറ്റത്തിലുണ്ട് ഇരിപ്പുണ്ട്. അതിന് നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ് ഇത് കൊണ്ടുവെക്കേണ്ടത്. ഇപ്പോൾ ടോപ്പ് ഓഫ് സ്റ്റാക്ക് അല്ലെങ്കിൽ ടോസ് എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ആഡ് ചെയ്യേണ്ട പൊസിഷൻ ഏതാണ്? 0 എന്നുള്ള പൊസിഷനാണ്. 0 എന്ന പൊസിഷനിലേക്ക് 25 ആഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന എലമെൻറ്റ് 25 ആണ്, അതിൻ്റെ പൊസിഷൻ 0 ആണ്. അതുകൊണ്ട് ടോസ് എന്ന് പറയുന്നത് 0 ആയി മാറി. ടോസിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ എത്ര വന്നു? 0 വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റാക്കിലേക്ക് ഒരു എലമെൻറ്റ് ആഡ് ചെയ്തു, ടോസ് -1 ആയിരുന്നത് 0 ആയി മാറി, ഒരു ഐറ്റം ആഡ് ചെയ്തപ്പോൾ. ഇനി അടുത്ത ഐറ്റം ആഡ് ചെയ്യാം. അടുത്ത ഐറ്റം ആഡ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഇഡലിത്തട്ട് ഇരിക്കുന്നതിൻ്റെ മുകളിൽ അടുത്ത ഇഡലിത്തട്ട് കൊണ്ട് വെക്കുകയായിരിക്കും അല്ലേ? അങ്ങനെ വെക്കാൻ പറ്റൂ, മുകളിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്തു? 25ൻ്റെ മുകളിൽ 34 കൊണ്ടുവെക്കുന്നു. ന്യൂ ഐറ്റത്തിൽ 34 ആണ്, 34 കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇപ്പോൾ മുകളിലിരിക്കുന്നത് 34 ആണ്, അതിൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്
1 ആയി. ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യം എം ടി സ്റ്റാക്ക് ആയിരുന്നപ്പോൾ ടോസ് -1 ആയിരുന്നു. ഒരു ഐറ്റം ആഡ് ചെയ്തപ്പോൾ ടോസ് 0 ആയി. രണ്ടാമത്തെ ഐറ്റം ആഡ് ചെയ്തപ്പോൾ ടോസ് 1 ആയി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഓരോ ഐറ്റം ആഡ് ചെയ്യുമ്പോഴും ടോസ് ഇൻക്രിമെൻറ്റ് ബൈ 1 അല്ലേ, 1 വീതം കൂടുന്നു. ടോസിൻ്റെ വാല്യൂ -1 നിന്ന് 0 ആയി. ഇപ്പോൾ -1 + 1 0 ആയി. അടുത്തത് 0 + 1 1 ആയി അല്ലേ. ഇനി അടുത്ത ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ 1 + 1 2 ആയി. ഇങ്ങനെയാണ് സ്റ്റാക്കിലേക്ക് പുഷ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ നടക്കുന്നത്. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്കിലേക്ക് ന്യൂ ഐറ്റം അല്ലെങ്കിൽ ന്യൂ എലമെൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് എവിടെ വരെ ചെയ്യാം? സ്റ്റാക്കിൻ്റെ വാല്യൂ 9 ആയിരിക്കുന്നിടം വരെ ചെയ്യാം അല്ലേ. 9 ഈ 9 എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്കിൻ്റെ മൊത്തം സൈസ് എത്രയാ? 10 ആണ് സ്റ്റാക്കിൻ്റെ സൈസ്. അപ്പോൾ അത് n ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കേ. ഈ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടുത്തെ മാക്സിമം സൈസ്. അത് 0 മുതൽ 9 വരെയാണ് പോകുന്നത്. അപ്പോൾ n ആണെങ്കിൽ 0 മുതൽ n-1 വരെ പോവാം. ഈ ടോസ് n-1 ആയാൽ, ടോസ് n-1 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുമോ? അതായത് 4ാമത്തെ പൊസിഷനിൽ ഒരെണ്ണം ആഡ് ചെയ്തു, 5ാമത്തെ പൊസിഷനിൽ ചെയ്തു, 6ൽ ചെയ്തു, 7ൽ ചെയ്തു, 8ലും ചെയ്തു, 9ലും ചെയ്തു. അപ്പോൾ 9ലും ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ ടോസ് പോയിൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? 9ലാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഐറ്റത്തെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? സ്റ്റാക്ക് ഫുള്ളായി. അങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്ന സ്റ്റാക്കിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, നമ്മുടെ വാട്ടർ ടാങ്ക് ഇല്ലേ, വാട്ടർ ടാങ്ക് മോട്ടർ ഓൺ ചെയ്തു, വാട്ടർ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? അയ്യോ എന്ത് പറ്റി? ടാങ്ക് ഓവർഫ്ലോ ആയി എന്ന് പറയും അല്ലേ. ടാങ്ക് ഓവർഫ്ലോ ആയി. ഇവിടെയും അത് തന്നെ സംഭവിക്കും. സ്റ്റാക്ക് ഓവർഫ്ലോ ആകും. അതായത് നിറഞ്ഞിരിക്കുന്ന സ്റ്റാക്കിലേക്ക് വീണ്ടും ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, പുഷ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആവും. അപ്പോൾ എന്താണ് സ്റ്റാക്ക് ഓവർഫ്ലോ? അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം ഇൻ എ ഫുൾ സ്റ്റാക്ക്. ഒരു ഫുൾ സ്റ്റാക്കിലേക്ക് ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് പുഷ് ഓപ്പറേഷൻ്റെ അൽഗരിതം പഠിക്കാം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എം ടി സ്റ്റാക്കിൻ്റെ ടോപ്പ് ഓഫ് സ്റ്റാക്ക് അല്ലെങ്കിൽ ടോസ് പോയിൻ്റ് ചെയ്യുന്നത് -1ലായിരിക്കും. ഓരോ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴും ടോസ് 1 വീതം ഇൻക്രിമെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴും ടോസ് പോയിൻ്റ് കൂടുകയും ലാസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ടോസ് പോയിൻ്റർ അവിടേക്ക് പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. ഈ എക്സാമ്പിളിൽ സ്റ്റാക്കിൻ്റെ സൈസ് 10 ആണ്. അതായത് ഇൻഡെക്സ് 0 മുതൽ 9 വരെ. ഇവിടെ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിന് മുൻപ്, ന്യൂ ഐറ്റം ആഡ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റാക്കിൽ സ്ഥലമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഒരു ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ അതിലേക്ക് പിന്നെ ഇൻസേർഷൻ അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻ നടക്കില്ല. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു ചെക്കിങ് ആവശ്യമാണ്. അപ്പോൾ അൽഗരിതം ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്, ദെൻ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ടോസ്, അതായത് ടോപ്പ് ഓഫ് സ്റ്റാക്കിൻ്റെ പൊസിഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് ടോസ് ലെസ് ദാൻ n-1. ഇവിടെ n-1 എത്രയാണ്? സ്റ്റാക്കിൻ്റെ സൈസ് 10 ആണ്. അതായത് n = 10, n-1 എന്ന് പറയുന്നത് 9 ആയിരിക്കും. ടോസ് 9നേക്കാൾ ലെസ് ആണെങ്കിൽ, അതായത് ടോസ് ഇവിടെയായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ താഴെ എവിടെ തന്നെ ആയാലും
0 മുതൽ 8 വരെ എവിടെ തന്നെ ആയാലും, അതാണ് ലെസ് ദാൻ n-1. n-1 9 ആണ്. 9നേക്കാൾ ചെറുതാണ് ടോസിൻ്റെ വാല്യൂ എങ്കിൽ എന്ത് ചെയ്യാം? ടോസ് ഒന്ന് കൂടിയതിന് ശേഷം ആ ടോസിൻ്റെ പൊസിഷനിലേക്ക് പുതിയ വാല്യൂവിനെ നമുക്ക് കൊണ്ടുവെക്കാം, അല്ലേ? അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കണം? ടോസ് ഇസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1 ആവണം. എന്നിട്ട് അരയല്ലേ, നമ്മൾ സ്റ്റാക്കിനെ അരയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്നാണ് അരയുടെ നെയിം. അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ടോസ് ആണ്. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ടോസ് എന്ന് പറഞ്ഞാൽ ടോസ് ഒന്ന് ഉയർന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആ വാല്യൂ പ്ലേസ് ചെയ്യും. അപ്പോൾ ടോസിൻ്റെ വാല്യൂ 7 ആയിരുന്നു എങ്കിൽ, നേരത്തെ ടോസിൻ്റെ വാല്യൂ 7 ആയിരുന്നു എങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ടോസിൻ്റെ വാല്യൂ ഒന്ന് കൂടും. എന്താവും? 8 ആവും. 8 ആവുകയും സ്റ്റാക്ക് ഓഫ് 8ലേക്ക് വാല്യൂ ആയ 23 വരികയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാക്കിൻ്റെ വാല്യൂ 8 ആയിരുന്നെങ്കിൽ, ടോസിൻ്റെ വാല്യൂ 8 ആയിരുന്നെങ്കിലോ ഒന്നുകൂടി ഉയർന്ന് 9 ആവുകയും അവിടേക്ക് പുതിയ വാല്യൂ വരികയും ചെയ്യും. ഇനി ലെസ് ദാൻ n-1 അല്ല എങ്കിൽ, അതായത് ടോസ് 9 ആണെങ്കിൽ അത് ലെസ് ദാൻ n-1 അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇനി സ്റ്റാക്കിലേക്ക് എലമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഫുൾ സ്റ്റാക്കാണ്. അതുകൊണ്ട് എന്തെന്ന് പ്രിൻ്റ് ചെയ്യുന്നു? സ്റ്റാക്ക് ഓവർഫ്ലോ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇതാണ് പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം. ആദ്യം ഓവർഫ്ലോ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ടോസ് ലെസ് ദാൻ n-1 ആണോ എന്ന് നോക്കുന്നു. അല്ലെങ്കിൽ മാത്രം ടോസിൻ്റെ വാല്യൂ ഒന്ന് കൂടുകയും ആ സ്റ്റാക്ക് ടോസിൻ്റെ പൊസിഷനിലേക്ക് പുതിയ വാല്യൂവിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് പുഷിൻ്റെ അൽഗോരിതം. അടുത്തത് പോപ്പ് ഓപ്പറേഷനാണ്. സ്റ്റാക്കിനെ 2 ഓപ്പറേഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പുഷ് ഓപ്പറേഷനും 2 പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദി ടോപ്പ് ഓഫ് എ സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണം. സ്റ്റാക്കിൽ ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും ടോപ്പിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇവിടെ ടോപ്പിൽ നിന്നുള്ള എലമെൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുന്ന സന്ദർഭത്തിൽ അതിനെ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 4 ഐറ്റം ഉള്ള ഒരു സ്റ്റാക്കാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്കിൻ്റെ സൈസ് 10 ആണ്, 0 മുതൽ 9 വരെ. ഇവിടെ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 56. ടോസ് പൊസിഷനിൽ ടോസ് പോയിൻ്റ് ചെയ്യുന്നത് 56നെയാണ്. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ് നഷ്ടപ്പെടുകയും ടോസ് തൊട്ട് താഴെയുള്ള എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ 56നെ ഡിലീറ്റ് ചെയ്യുകയാണ്. റിട്രീവ്ഡ് ഐറ്റം അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ഐറ്റം 56 ആണ്. അപ്പോൾ ടോസ് എന്ത് ചെയ്യുന്നു? 2വിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. 18 എലമെൻറ്റ് സെക്കൻഡ് പൊസിഷനിലാണ്, സ്റ്റാക്ക് ഓഫ് 2ലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ടോസ് പോയിൻ്റ് ചെയ്യുന്നു. അടുത്ത എലമെൻറ്റ് 18 ആണിപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത്. അത് അങ്ങനെ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയൂ. ഇനി 18 ഡിലീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ടോസ് തൊട്ട് താഴെയുള്ള പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ടോസ് ഇപ്പോൾ എത്രയായി? 1 ആയി. ഇനി ആ ഐറ്റവും നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 34 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ടോസ് 0യിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. 0യിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ഇവിടെ ഇനി ഒരു എലമെൻറ്റേ ഉള്ളൂ, 25. ഈ എലമെൻറ്റും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും ടോസിൻ്റെ വാല്യൂ? വീണ്ടും 1 കുറയണം, അല്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഓരോ ഡിലീഷനും ഓരോ പോപ്പ് ഓപ്പറേഷനും
ടോസിൻ്റെ വാല്യൂ 1 കുറയുന്നു. ടോസ് -1 ആവുന്നു. ആ എലമെൻറ്റിനെ പുറത്തേക്ക് മാറ്റിയിട്ട് ടോസ് താഴേക്ക് പോയിൻ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 25 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടോസ് എം ഡി സ്റ്റാക്കായി മാറും. സ്റ്റാക്ക് എം ഡി സ്റ്റാക്കായി മാറും. അപ്പോൾ ടോസ് -1 ആയിട്ട് മാറും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എം ഡി സ്റ്റാക്കിന് ടോസ് എപ്പോഴും -1 ആയിരിക്കും. ഇവിടെ 25 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടോസ് താഴേക്ക് പോയിൻ്റ് ചെയ്യും, അതായത് -1ലേക്ക് പോയിൻ്റ് ചെയ്യും. പിന്നെയും നമ്മളൊരു ഡിലീഷന് ശ്രമിച്ചാലോ? അതായത് ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത ഒരു സ്റ്റാക്ക് എം ഡി സ്റ്റാക്കാണ്. ആ എം ഡി സ്റ്റാക്കിൽ നിന്ന് നമ്മളൊരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണെന്ന് പറയാം? അത് അണ്ടർഫ്ലോ കണ്ടീഷനാണെന്ന് പറയാം. അപ്പോൾ എന്താണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ? അറ്റംപ്റ്റ് ടു ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ആൻ എം ഡി സ്റ്റാക്ക്. ഒരു എം ഡി സ്റ്റാക്ക്, ശൂന്യമായ ഒരു സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ വരുന്ന കണ്ടീഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഇനി പോപ്പ് ഓപ്പറേഷൻ്റെ അൽഗരിതം നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാർട്ട്. ഇനി ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഡിലീഷനാണ് നടക്കുന്നത്. പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിലീഷനാണ്. അപ്പോൾ പുഷിൽ ഓവർഫ്ലോ ചെക്ക് ചെയ്തതുപോലെ ഇവിടെ അണ്ടർഫ്ലോ ചെക്ക് ചെയ്യണം. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഡി സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അവസ്ഥ. എം ഡി സ്റ്റാക്കാണെന്ന് എങ്ങനെ അറിയാം? ടോസിൻ്റെ വാല്യൂ -1. എം ഡി സ്റ്റാക്ക് ആകുമ്പോൾ ടോസ് എവിടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? -1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാക്കിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല? ഡിലീഷൻ പറ്റില്ല. അത് ആദ്യം ചെക്ക് ചെയ്യണം. ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1, അതായത് -1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് 0 മുതൽ മുകളിലോട്ടുള്ള വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എം ഡി സ്റ്റാക്കാണോ? അല്ല. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1 ദെൻ എന്ത് ചെയ്യണം? സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന വാല്യൂ, അതായത് സ്റ്റാക്ക് ഓഫ് ടോസ് എന്ന് പറയുന്ന വാല്യൂ എടുത്ത് മറ്റൊരു വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ടോസ് -1 ആവുന്നു. സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന വാല്യൂ എടുത്ത് നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു, സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന വാല്യൂ വേറൊരു വേരിയബിളിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മൾ അൽഗരിതത്തിൽ പറഞ്ഞത്, വാല്യൂ ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്. അത് മാത്രം പോരാ, എന്ത് ചെയ്യണം? ടോസ് ഒന്ന് താഴേക്ക് പോയിൻ്റ് ചെയ്യുകയും വേണം. ടോസ് ഈസ് ഈക്വൽ ടു ടോസ് -1. ഇനി അങ്ങനെ അല്ലെങ്കിലോ, അതായത് അണ്ടർഫ്ലോ കണ്ടീഷൻ ആണെങ്കിലോ, ടോസ് ഗ്രേറ്റർ ദാൻ -1 അല്ല, ടോസ് -1 ആണ്, അല്ലെങ്കിൽ 0 മുതൽ മുകളിലോട്ടുള്ള വാല്യൂ അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിൻ്റ് ചെയ്യണം. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അതിൽ നിന്ന്, അല്ലേ? അതുകൊണ്ട് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാക്കിൻ്റെ 2 ഓപ്പറേഷൻസാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പുഷ് ഓപ്പറേഷനും 2 പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ, പോപ്പ് ഡിലീഷൻ. അതുപോലെ തന്നെ സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.